ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. പാമ്പാടി ആത്രേയം ആയുഷ് കേന്ദ്രത്തിൽ വേനൽക്കാല വിളവെടുപ്പ് ആരംഭിച്ചു. വിഷുവിനായുള്ള വെള്ളരിയും തണ്ണീർമത്തനും ഉൾപ്പെടെയുള്ള ജൈവ കൃഷിയിൽ മികച്ച നേട്ടം. പാമ്പാടിയിലെ ആത്രേയം ആയുഷ് കേന്ദ്രത്തിൽ വേനൽക്കാല വിളവെടുപ്പിന് തുടക്കമായി. 12ലധികം പച്ചക്കറി ഇനങ്ങളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്ന ഇവിടെ തണ്ണീർമത്തൻ വിളവെടുപ്പാണിപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായി ജൈവ കൃഷി രീതി പിന്തുടരുന്ന ആത്രേയം ആയുഷ് കേന്ദ്രത്തിൽ വിഷുവിനായുള്ള കണിവെള്ളരിയും പയർ, വെണ്ട തുടങ്ങിയ വിവിധ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് നിഷാദ്. ഞാനാണ് ആശ്രമത്തിലെ കൃഷിയും മറ്റുള്ള കാര്യങ്ങളും നോക്കി നടന്നത്. അപ്പോൾ നമ്മളെ ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25ഓളം വിവിധ തരത്തിലുള്ള മാവുകളുണ്ട്. അതുപോലെ തന്നെ സീസൺ ബേസ് ആയിട്ട് എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട്. കണിമത്തൻ, ഇനിയിപ്പോൾ ഓണത്തിന് ആകുമ്പോൾ കൃഷി ചെയ്യും, ജൂന് കണിവെള്ളരി, അങ്ങനെ പിന്നെ കപ്പ കൃഷിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ പാവല്, എല്ലാവിധ പച്ചക്കറികളും. അത് ജൈവ രീതിയിലാണ്, പൂർണ്ണമായും ജൈവ രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വിധത്തിലുള്ള രാസ കീടനാശിനികളോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഉപയോഗിക്കാതെ ഇവിടെ വരുന്ന പേഷ്യൻറ്റിനെ അവരുടെ ഭക്ഷണ രീതികൾ അവർക്ക് കൊടുക്കേണ്ട രീതിയിൽ അതുപോലെ തന്നെ പുറത്തുള്ള ആൾക്കാർ അതേ സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മളെ ഉള്ളത്. പിന്നെ ഈ ആശ്രമത്തിൻ്റെ ഒരു പ്രകൃതി എന്ന് പറയുന്നത് വെച്ചാൽ ശുദ്ധവായു, ഒരു അത്ര മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പം അത് നമ്മളെ കൃഷി കാണാനും എല്ലാം ജനങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന പച്ചക്കറികളുടെ എല്ലാം ലഭ്യത അനുസരിച്ച് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നമ്മളെ തന്നെ ഒരു ഷോപ്പുണ്ട്, അവിടെ പച്ചക്കറി പിന്നെ ഇവിടെ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നതിന് നമ്മൾ തന്നെ ഇവിടെ ആശുപത്രി വളർത്തുന്ന പശുക്കളുടെ ചാണകവും അതിൻ്റെ ഗോമൂത്രവും അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് മൃഗങ്ങളിലാക്കി അങ്ങനെയാണ് കൃഷിക്ക് വളം ചെയ്യുന്നത്. ഒരു വിധത്തിലുള്ള രാസ കീടനാശിനികളോ അങ്ങനെയുള്ള ഒരു സാധനവും നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ആർക്കും വാങ്ങി കഴിക്കാം, സൃഷ്ടി കഴിക്കാം. ആദ്യമായിട്ടൊന്ന് വേറെ തന്നെയാണ്. നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ സമയത്താണ് അത് മനസ്സിലാവുക. ഒരു മാർക്കറ്റിൽ വാങ്ങുന്ന പച്ചക്കറി അല്ലെങ്കിൽ തണ്ണിമത്തനോ അങ്ങനെയുള്ള സാധനങ്ങൾ അതിൻ്റെ ടേസ്റ്റും നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇതിൻ്റെ ടേസ്റ്റും വളരെ വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ തണ്ണിമത്തനാണ് നമ്മളെ സീസണായിട്ട് റെഡി ആയിട്ടുള്ളത്. ഇനി വിഷുവാകുന്ന സമയത്തേക്ക് കണിവെള്ളരി ഉണ്ടാവും, അതുപോലെ തന്നെ ആ സമയത്ത് പച്ചക്കറി ഉണ്ടാവും. കണി വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഇവിടെ കിട്ടുന്നതാണ്. സ്വന്തം ഫാമിലെ ചാണകം മാത്രമാണ് വളമായി ഉപയോഗിക്കുന്നത്. തണ്ണീർമത്തൻ വിളവെടുപ്പ് ഉത്സവം ആയുർവേദ ഫിസിഷ്യൻ ഡോക്ടർ പ്രശാന്ത് വിശ്വനാഥ്, കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ഡോക്ടർ S വൈശാലി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. 25ലധികം മാവുകളിൽ നിന്നുള്ള ഫലങ്ങളും ഇവിടെ ലഭ്യമാണ്. ആയുർവേദ ആശുപത്രിയിൽ എത്തുന്നവർക്ക് ജൈവ പ്രധാനമായ ഭക്ഷണം നൽകുന്നതോടൊപ്പം വരും തലമുറയ്ക്ക് പ്രകൃതി സൗഹൃദമായ ഒരു മാതൃക കൂടിയാണ് ഈ സ്ഥാപനമെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. കൃഷിരീതികളെക്കുറിച്ച് കാർഷിക വിഭാഗം ചുമതലയുള്ള KM നിഷാദും വിശദീകരിച്ചു. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത്, തിരുവല്ലാമല ആത്രേയം ആയുർവേദ ഹോസ്പിറ്റലിലെ റിസർച്ച് സെൻ്ററിലെ ഡോക്ടറാണ്. ഇപ്പോൾ ഇത്തവണ നമുക്കിവിടെ പറയാനുള്ളത് ഈ ആയുർവേദത്തിൻ്റെ ഹോസ്പിറ്റലിൻ്റെ കൂടെ തന്നെ കുറച്ച് കൃഷിയുടെ കാര്യങ്ങളും കൂടി കഴിയും. ഈ ഹോസ്പിറ്റൽ ഏകദേശം ഒരു 20 വർഷത്തോളമായിട്ട് ഇവിടെ ഉള്ളതാണ്. നമുക്ക് IP ഉണ്ട്, OP ഉണ്ട്, സോറിയാസിസ്, ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, അങ്ങനെ പലതിൻ്റെയും സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒരു 5-6 ഡോക്ടേഴ്സിൻ്റെ ടീമുണ്ട്. അപ്പോൾ പണ്ടൊക്കെ നടന്നിരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഒരുമിച്ചായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ആയുർവേദത്തിലെ ഔഷധത്തിൻ്റെ ഒപ്പം തന്നെ ഭക്ഷണത്തിനും ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇത് പുറമേ നിന്ന് വാങ്ങുന്ന പച്ചക്കറി ആയാലും പഴവർഗ്ഗങ്ങളായാലും അത് മൊത്തം ഈ കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ് ചേർത്തുണ്ടാക്കുമ്പോൾ വേണ്ട ഫലം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അത് പേഷ്യൻസിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ വയറിനൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡയറ്റിൽ ഇവിടെ പ്യുവർ വെജിറ്റേറിയൻ ഫുഡാണ്. അപ്പോൾ അതിൽ സ്പെഷ്യൽ ഡയറ്റായിട്ട് ജ്യൂസുകൾ, സലാഡുകൾ, വേവിച്ച ബോയിൽഡ് വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുമ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിൽ നമുക്ക് വിചാരിച്ച ഗുണം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അത് കഴിക്കുമ്പോൾ പേഷ്യൻസിന് വയറിന് കുറേ കുഴപ്പങ്ങൾ വന്ന് തുടങ്ങുക. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അടുത്തായിട്ട് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കൂടിയിരുന്ന് ആലോചിച്ചിട്ട് നമ്മളായിട്ട് ഇവിടെ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. ഇതൊരു 50 കൂടുതൽ ഏക്കറുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ഭാഗത്തായിട്ട് ഓരോന്നായിട്ട് കൃഷി തുടങ്ങി. അതിൽ നിന്ന്
വിളവെടുത്ത് കിട്ടുന്ന പച്ചക്കറികളും പഴങ്ങളും നമ്മുടെ പേഷ്യൻസിന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നല്ല വ്യത്യാസങ്ങളുണ്ട്. രോഗങ്ങൾ ഇപ്പോൾ ലിവറിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജ്യൂസ് കൊടുക്കുമ്പോൾ മരുന്നിനേക്കാളും കൂടുതൽ ഈ ഭക്ഷണത്തിന് റിസൾട്ട് കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് കൊടുത്തിരുന്ന മരുന്നും ഈ മരുന്ന് രണ്ടും സെയിം തന്നെയാണ്. കാരണം മരുന്ന് ഇവിടെ തന്നെയുള്ള നമ്മുടെ പച്ചമരുന്നുകൾ പറിച്ചിട്ടാണ് നമ്മൾ മരുന്നുണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ ഈ ഭക്ഷണവും ഇവിടെ തന്നെയുള്ള പച്ചക്കറികളിൽ നിന്ന് ആയിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് റിസൾട്ട്, ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് കിട്ടുന്ന റിസൾട്ട് ഒരാഴ്ച കൊണ്ടൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഭക്ഷണത്തിനുള്ള പച്ചക്കറികൾ, ഇടയ്ക്ക് ജ്യൂസിനുള്ള പഴവർഗ്ഗങ്ങൾ, പിന്നെ സ്പെഷ്യലായിട്ട് കുറേ രോഗങ്ങൾക്ക് ആയുർവേദ ഗ്രഹങ്ങളിൽ ചില ഫ്രൂട്ട്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കി വിളവെടുത്ത് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നല്ല റിസൾട്ടും ഉണ്ട്, നമുക്കൊരു സംതൃപ്തിയുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊരു സംതൃപ്തി തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മളിപ്പോൾ പൊതുജനങ്ങൾക്ക് വാങ്ങാനായിട്ടുള്ള സൗകര്യം കൂടെ ഒരുക്കുന്നുണ്ട്. CCV ന്യൂസ് ചേലക്കര.